നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മളൊരു വാഹനം സർവീസിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആ സർവീസ് സെൻറ്ററിലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സർവീസ് അഡ്വൈസർ ആരെയാണോ നമ്മൾ വാഹനം ഏൽപ്പിക്കുന്നത് അവരെ നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞ് ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഒരു പ്രോപ്പറായിട്ടുള്ള രീതി. പറഞ്ഞേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കംപ്ലയിൻറ്റ്, ആ ഒരു കംപ്ലയിൻറ്റ് അവരോട് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇതെങ്ങനെ വ്യക്തത വരുത്തുക എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാവണം. നമ്മൾ അവരോട് പറയുന്ന സമയത്ത് അവർക്കത് മനസ്സിലായെങ്കിൽ അവരോട് ചോദിക്കണം, നിങ്ങൾക്കത് മനസ്സിലായോ, അതെന്താണെന്ന് ഒന്നുകൂടെ വ്യക്തമാക്കാൻ പറഞ്ഞാൽ അവരും അത് ക്ലിയറായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ആ പറഞ്ഞൊരു കംപ്ലയിൻറ്റ് അവർക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ആ ഒരു കംപ്ലയിൻറ്റ് അവർക്ക് കിട്ടി, അവർ കൃത്യമായിട്ട് അതിനുള്ള രീതി അല്ലെങ്കിൽ ആ ഒരു വർക്ക് ചെയ്തിരിക്കും. പക്ഷേ ഇതിനകത്ത് വരുന്നൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ പലരും പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം പറയുന്ന അല്ലെങ്കിൽ ആ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കുന്നില്ല. ഇതുപോലൊരു സംശയം, അല്ലെങ്കിൽ സംശയമല്ല, ഈ ഒരു കാര്യത്തിലോട്ട് ഞാൻ വന്നതിൻ്റെ കാര്യം ഒരു കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിനൊരു വ്യക്തത കിട്ടിയില്ല എന്താണ് ഉദ്ദേശിച്ചതെന്ന്. പക്ഷേ ഞാൻ അതൊന്നും എല്ലാവരായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഇത് പറഞ്ഞിരിക്കുന്നത് സ്കിറ്റിൽ 6964 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഓൾട്ടോ K10 ഓൾഡ് മോഡലാണ് വണ്ടി. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ 3 ഗിയറിലും പോകുമ്പോൾ ആക്സിലേറ്ററിൽ നിന്ന് കാല് പെട്ടെന്ന് എടുത്താൽ പെട്ടെന്ന് വണ്ടി നിൽക്കാൻ പോകുന്നത് പോലെ തോന്നും. ഓക്കെ, ഇതാണ് ശരിക്കും അതിനകത്ത് വന്നിരിക്കുന്ന ഒരു ആശയം. പക്ഷേ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വാഹനം നിൽക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ മിസ്സിങ്ങോ കാര്യങ്ങളോ വല്ല ആണെങ്കിൽ ഓക്കെ. അഥവാ കാലെടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഫ്യൂവലിൻ്റെ കട്ട് ഓഫിങ് നടക്കുകയാണ്. ഫുൾ ഓയിട്ട് അല്ലെങ്കിൽ പോലും ഫ്യൂവൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നതിൻ്റെ പൾസ് കുറയ്ക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പൾസ് കുറയ്ക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡ് കുറയും. ബാക്കി കൂടെ ഞാൻ വായിക്കാം. അതായത് ഫോർത്തിൻ്റെ സ്പീഡിൽ നിന്നും തേർഡിലേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഒരു സ്ലോ ആവില്ലേ, അതുപോലെ ചാട്ടമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വ്യക്തമായിട്ടില്ല. അപ്പോൾ ഇതാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക, എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഇത് ഞാൻ ഈ പറഞ്ഞ വ്യക്തി കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്നെങ്കിൽ ആ ഒരു കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ എന്താണ് കാര്യം ഇടുക, അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാൻ സാധിക്കും. ആ കംപ്ലയിൻറ്റിനെ കുറിച്ച് ഉറപ്പായിട്ടും ഞാൻ അതിനൊരു ആൻസർ പറഞ്ഞു തരുന്നതായിരിക്കും. വ്യക്തത കിട്ടാതെ വരുമ്പോഴാണ് നമുക്കൊരു ആൻസർ പറയാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വാഹനം ഷോറൂമിൽ സർവീസിന് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ഒരു കംപ്ലയിൻറ്റ് അവരോട് പറയുമ്പോൾ അവർ ആട്ടിയാലോ ഇല്ലേലോ അവർക്കത് മനസ്സിലായി എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. കാരണം നിങ്ങളാണ് ആ വാഹനം യൂസ് ചെയ്യുന്നത്. ആകപ്പാടെ ഷോറൂമിൽ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ഒരു തവണ, അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് അവർ ഒരു തവണ ജസ്റ്റ് വാഹനം ഒന്ന് ഓടിച്ച് നോക്കുന്നതല്ലാതെ ബാക്കിയുള്ള മൊത്തം ആ ഒരു വർഷം അല്ലെങ്കിൽ ആ ഒരു 10,000 കിലോമീറ്റർ ഓടിച്ചത് നിങ്ങൾ തന്നെയായിരിക്കും. നിങ്ങൾ ആ ഒരു വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കംപ്ലയിൻറ്റ് ഒരിക്കലും അവർക്ക് ചിലപ്പം പെട്ടെന്ന് കിട്ടണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് ഒബ്സർവ് ചെയ്യാൻ സാധിക്കണമെന്ന് പറയാൻ പറ്റില്ല. കാരണം ചില സമയത്ത് മാത്രമായിരിക്കും ആ കംപ്ലയിൻറ്റ് കിട്ടുന്നത്. ചിലപ്പോൾ ഒരു ഗട്ടർ റോഡിൽ ഓടിക്കുമ്പോൾ മാത്രമായിരിക്കും ആ കംപ്ലയിൻറ്റ് കിട്ടുന്നത്. ചിലപ്പം ഗട്ടർ റോഡിൽ ഓടിക്കുമ്പോഴാണെങ്കിൽ ഇത്രയും കിലോമീറ്ററിന് ശേഷമേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുമ്പോഴേ കിട്ടത്തുള്ളൂ. ഈ ഒരു കണ്ടീഷൻ നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരത് ചെയ്ത് നമുക്ക് അവർ പറഞ്ഞു തരണം, അതായത് നമുക്ക് ആ കംപ്ലയിൻറ്റ് കിട്ടി എന്ന് പറഞ്ഞിട്ട് മാത്രം നിങ്ങൾ ഷോറൂം അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ വിടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കംപ്ലയിൻറ്റ്സ് മാറി കിട്ടും. പലരും പറയുന്നൊരു കാര്യമാണ്, എൻ്റെ വാഹനം സർവീസ് സെൻറ്ററിൽ കൊണ്ട് കൊടുത്തു, കംപ്ലയിൻറ്റ് ഞാൻ പറഞ്ഞിട്ട് ആ കംപ്ലയിൻറ്റ് റെക്ടിഫൈ ആയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത് റെക്ടിഫൈ ആകാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും ഇത് റെക്ടിഫൈ ആകാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നൊരു കാര്യം അവർക്ക് വ്യക്തമായിട്ടില്ല. ഇതാണ് ഏറ്റവും വലിയൊരു സത്യം. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പറയുന്നൊരു കാര്യം മനസ്സിലാക്കി നിങ്ങളുടെ വാഹനം സർവീസിന് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഏൽപ്പിച്ചേച്ചും പോരാൻ ശ്രമിക്കുക.